സഫല ഏകാദശിയുടെ കഥ. ചമ്പാവതി എന്ന ദേശത്ത് മഹിഷ്മതി എന്ന രാജാവുണ്ടായിരുന്നു. ആ രാജാവിന് 5 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ മൂത്തയാൾ നിരന്തരം പാപവൃത്തികളിൽ മുഴുകി തൻ്റെ പിതാവിൻ്റെ സ്വത്ത് അശ്രദ്ധമായി ദുർവൃത്തിയിൽ മുഴുകുകയും അധാർമിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. ബ്രാഹ്മണന്മാരുടെ നിരന്തര വിമർശകനായിരുന്നു അദ്ദേഹം. എപ്പോഴും അവരെക്കുറിച്ച് മോശമായി സംസാരിക്കുകയും വൈഷ്ണവരെയും ദേവതകളെയും അനാദരിക്കുകയും ചെയ്തിരുന്നു. തൻ്റെ മകൻ്റെ പാപകരമായ പെരുമാറ്റങ്ങൾ മഹിഷ്മതി രാജാവ് അവന് ലുംബക് എന്ന് പേരിട്ടു. സഹോദരങ്ങളുമായി കൂടിയാലോചിച്ച ശേഷം അവനെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കി. ലുംബക് നിബിഡ വനത്തിലെ അയഞ്ഞു. അവിടെ അദ്ദേഹം നിരവധി കവർച്ചകൾ നടത്തി. രാജ്യം മുഴുവൻ കൊള്ളയടിക്കപ്പെട്ടു. ഒരു ദിവസം അവൻ മോഷണത്തിനായി ഒരു പട്ടണത്തിൽ പ്രവേശിച്ചപ്പോൾ രാത്രി കാവൽക്കാർ അവനെ പിടികൂടി. എന്നാലും രാജാവിൻ്റെ മകനാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയപ്പോൾ കാവൽക്കാർ അവനെ വിട്ടയച്ചു. പാപപൂർണമായ ജീവിതത്തിലേക്ക് മടങ്ങിയ ലുംബക് വീണ്ടും കാട്ടിലേക്ക് പോയി. മരങ്ങളിൽ നിന്ന് മാംസവും പഴങ്ങളും കഴിച്ച് ഉപജീവനമാർഗം ആരംഭിച്ചു. ആ ദുഷ്ടാവസ്ഥയിൽ കാട്ടിൻ്റെ അറ്റത്തുള്ള ഒരു ആൽമരത്തിൽ അയാൾ ആശ്വാസം കണ്ടെത്തി. ഈ ആൽമരത്തിൻ്റെ ഒരു ദിവ്യ അസ്തിത്വമായി കണക്കാക്കപ്പെട്ടിരുന്നു. ചുംബക് തൻ്റെ ദുഷിച്ച മാനസികാവസ്ഥ ഉണ്ടായിരുന്നിട്ടും അവിടെ താമസിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. 7 നാളുകൾക്ക് ശേഷം തൻ്റെ മുൻകാല സൽക്രമങ്ങളുടെ സഞ്ചിത ഫലങ്ങൾ കാരണം ചുംബക് ഏകാദശി വ്രതം സ്വമേധയാ ആചരിക്കുന്നതായി കണ്ടെത്തി. പൗഷക മാസത്തിലെ കൃഷ്ണപക്ഷത്തിൻ്റെ 10-ാം ദിവസം അവൻ മരങ്ങളിൽ നിന്നുള്ള പഴങ്ങൾ കഴിക്കുകയും ചൂടുള്ള വസ്ത്രങ്ങളില്ലാതെ രാത്രിയിലെ കഠിനമായ തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്തു. രാത്രി മുഴുവൻ ഉറക്കമോ വിശ്രമമോ ഇല്ലാതെ അയാൾക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടു. സൂര്യോദയത്തിന് ശേഷം പാപിയായ ലുംബക് അബോധാവസ്ഥയിലായിരുന്നു. സഫല ഏകാദശി ദിവസത്തിലും അയാൾ മയക്കത്തിൽ തന്നെ തുടർന്നു. ഉച്ചയോടെയാണ് ബോധം വീണ്ടു കിട്ടിയത്. ഇരിപ്പിടത്തിൽ നിന്ന് മെല്ലെ എഴുന്നേറ്റ് ഒരു മുടന്തനെ പോലെ ആടിയുലഞ്ഞ് അയാൾ കാട്ടിലേക്ക് നീങ്ങി. വിശപ്പും വേദനയും കൊണ്ട് അവൻ തളർന്നു. രാജാവേ, ആ നിമിഷം ലുംബക് പട്ടിണിയും വിഷമവും മൂലം കാട്ടിൽ നിന്ന് പലതരം പഴങ്ങൾ ചുമന്ന് വൃക്ഷത്തിനടുത്തുള്ള തൻ്റെ വിശ്രമ സ്ഥലത്തേക്ക് മടങ്ങി. വിശ്രമ സമയത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ തുടർന്ന് ലുംബകും ആൽമരത്തിൻ്റെ വേരുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഐശ്വര്യത്തിൻ്റെ കർത്താവായ മഹാവിഷ്ണു ഈ പഴങ്ങളിൽ പ്രസാദിക്കട്ടെ എന്ന് പറഞ്ഞ് പഴങ്ങൾ സമർപ്പിച്ചു. ഈ വാക്കുകൾ പറഞ്ഞിട്ട് ലുംബക് രാത്രി മുഴുവൻ ഉണർന്നിരുന്നു. അങ്ങനെ നിഷ്പ്രയാസം ഏകാദശി വ്രതം ആചരിച്ചു. ആ നിമിഷം ഒരു സ്വർഗീയ ശബ്ദം മുഴങ്ങി, രാജകുമാര, സഫല ഏകാദശിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് രാജ്യവും പുത്രനും ലഭിക്കും. ഈ ദൈവിക വിളംബരത്തിൽ സന്തുഷ്ടനായ ലുംബക് അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വരം സ്വീകരിച്ചു. തുടർന്ന് അവൻ ദൈവികമായി രൂപപ്പെട്ടു. അന്നു മുതൽ അവൻ ശ്രേഷ്ഠനായ ബുദ്ധിശക്തി വളർത്തിയെടുക്കുകയും മഹാവിഷ്ണുവിൻ്റെ ആരാധനയിൽ മുഴുകുകയും ചെയ്തു. ദിവ്യാഭരണങ്ങളാൽ അലങ്കൃതനായ അദ്ദേഹം കളങ്കമില്ലാത്ത ഒരു രാജ്യം സ്വന്തമാക്കി 15 വർഷം ഭരിച്ചു. ഈ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ്റെ കൃപയെ അദ്ദേഹത്തിന് മനോജ്ഞ എന്ന സുന്ദരനായ പുത്രൻ ജനിച്ചു. കുട്ടി വളർന്നപ്പോൾ രാജ്യത്തോടുള്ള ആസക്തി ഉപേക്ഷിച്ചു. ലുംബക് അത് മകനെ ഏൽപ്പിച്ചു. ഭഗവാൻ കൃഷ്ണൻ്റെ സമീപത്തേക്ക് പോയി. അവിടെ ഒരിക്കലും ദുഃഖമുണ്ടാകില്ല. രാജാവെ, ഇപ്രകാരം സഫല ഏകാദശി ഉത്തമ വ്രതം അനുഷ്ഠിക്കുന്നവ ഇഹലോകത്ത് പരമാനന്ദം നേടുകയും മരണാനന്തര മുക്തി നേടുകയും ചെയ്യുന്നു. ഇഹലോകത്ത് ഏകാദശി വ്രതം സ്ഥിരമായി ആചരിക്കുന്ന വ്യക്തികൾ യഥാർത്ഥത്തിൽ ഭാഗ്യവാന്മാരാണ്. അവരുടെ ജനനം വിജയകരമാണ്. ഭൗതിക മേഖലയിൽ അവർ സന്തോഷം ആസ്വദിക്കുന്നു. സഫല ഏകാദശിയുടെ മഹത്വത്തെക്കുറിച്ച് വായിക്കുന്നതും കേൾക്കുന്നതും അതിൻ്റെ ആചാരങ്ങൾ പാലിക്കുന്നതും ഒരു രാജസൂയ യാഗ